നമസ്കാരം പ്രിയമുള്ളവരെ, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പെൻഷൻ പദ്ധതിയുണ്ട്. 60 വയസ്സ് കഴിയുമ്പോൾ പ്രതിമാസം 3000 രൂപ വീതം നമുക്ക് പെൻഷൻ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പെൻഷൻ പദ്ധതി. അതായത് ശ്രം യോഗി മൻധൻ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയാണിത്. ഇതൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പോലെയാണ് നടപ്പിലാക്കപ്പെടുന്നത്. അതായത് ഗുണഭോക്താവ് ഇതിലേക്ക് നമ്മളുടെ സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് പോലെ അംശാദായം അടയ്ക്കണം. അതിന് തുല്യവിഹിതം, അതായത് നമ്മൾ എത്ര അടയ്ക്കുന്നു അതിന് തുല്യവിഹിതം കേന്ദ്ര സർക്കാരും കൃത്യമായിട്ട് നിക്ഷേപിക്കും. 60-ാം വയസ്സ് മുതൽ നമുക്ക് 3000 രൂപ വീതം മാസം തോറും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കും. പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന എന്ന് പറയുന്ന പദ്ധതി നമ്മളുടെ രാജ്യമെമ്പാടുമുള്ള അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് വിവിധ മേഖലകളിൽ ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്നവർ, കൂലിപ്പണിക്കാർ, അതോടൊപ്പം തന്നെ അലക്ക് ജോലികൾ, അതോടൊപ്പം തന്നെ മറ്റ് വിവിധ മേഖലകളിൽ തയ്യൽ തൊഴിലാളികളുണ്ട്, ഷോപ്പുകൾ നടത്തി അതായത് കച്ചവടങ്ങൾ ചെയ്യുന്നവർ, അതോടൊപ്പം തന്നെ ഉന്തുവണ്ടി കച്ചവടക്കാർ, അതോടൊപ്പം തന്നെ ദിവസ വേതനത്തിൽ ജോലി ചെയ്യുന്ന മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും PF ആനുകൂല്യങ്ങളൊന്നും വാങ്ങാൻ പാടില്ല. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാത്തവർക്കെല്ലാം അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണിത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പ്രായപരിധിയിലുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അംശാദായമൊക്കെ ഇതിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. 40 വയസ്സ് വരെയുള്ള കാലയളവിൽ, അതായത് 18 മുതൽ 40 വയസ്സ് വരെയുള്ള കാലയളവിൽ കൃത്യമായിട്ടൊരു ചാർട്ട് അടിസ്ഥാനമാക്കിയാണ് നമ്മളുടെ നിക്ഷേപം ഇതിലേക്ക് സ്വീകരിക്കുന്നത്. 18 വയസ്സ് ചേരുന്ന ഒരാൾ 55 രൂപ വീതമാണ് എല്ലാ മാസവും അടയ്ക്കേണ്ടത്. 60 വയസ്സ് എത്തുന്നത് വരെ ഇതേ തുക മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇനി 29-ാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 100 രൂപ വീതം പ്രതിമാസം അടയ്ക്കേണ്ടതുണ്ട്. 40-ാം വയസ്സിലാണ് ചേരാൻ താല്പര്യപ്പെടുന്നത് എങ്കിൽ 200 രൂപ വീതം എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കണം. എന്നാൽ 41 വയസ്സായിട്ടുണ്ടെങ്കിൽ പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുകയുമില്ല. നമ്മൾ എത്ര രൂപയാണ് അടയ്ക്കുന്നത്, അതായത് 40-ാം വയസ്സിൽ 200 രൂപ അടയ്ക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടച്ച ആ വിഹിതത്തിന് തുല്യമായിട്ടുള്ളൊരു എമൗണ്ട്, അതായത് 200 രൂപ തന്നെ കേന്ദ്ര സർക്കാരും നമ്മളുടെ പേരിൽ നിക്ഷേപിക്കുകയാണ്. പിന്നീട് അത് 60-ാം വയസ്സ് മുതൽ 3000 രൂപ വീതം പെൻഷനായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. പദ്ധതിയിൽ 10 വർഷത്തോളമൊക്കെ അടച്ചു, പക്ഷേ തുടരാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് ബാങ്ക് പലിശ നിരക്ക് സഹിതം നമുക്ക് തുക തിരികെ കിട്ടുന്നതിനുള്ള സംവിധാനങ്ങളുമുണ്ട്. അപേക്ഷകൾ വെക്കേണ്ടത് കോമൺ സർവീസ് സെൻ്ററുകൾ മുഖാന്തരമാണ്. അക്ഷയ കേന്ദ്രങ്ങളിലും സംവിധാനമുണ്ട്. ആക്റ്റീവായിട്ടുള്ളൊരു ബാങ്ക് അക്കൗണ്ട്, ആധാർ ഡീറ്റെയിൽസ്, നമ്മളുടെ മൊബൈൽ ഫോണ്, പേഴ്സണൽ ഇൻഫർമേഷൻ, നോമിനിയുടെ വിവരങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനുവേണ്ടി ആവശ്യമായിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ചെയ്യുന്നതിനുള്ളൊരു സംവിധാനവും. കൃത്യമായിട്ട് നമ്മൾ ഇതിലേക്ക് അടയ്ക്കുന്നതിന് പകരം ബാങ്കിൽ നിന്ന് തുക പിൻവലിച്ചോളും. 60-ാം വയസ്സ് മുതൽ നമുക്ക് പെൻഷൻ ലഭിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന രജിസ്ട്രേഷൻ ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ ഈ സ്കീമിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം നമ്മളുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിലുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുമായിട്ട് നമ്മൾ എത്തിച്ചേർന്ന ഇതിൻ്റെ അപേക്ഷകൾ സമർപ്പിച്ചാൽ മതിയാകും. അതുമാത്രമല്ല, ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ നൽകുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിലും നിലവിൽ തടസ്സങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ചെറിയ നിക്ഷേപ പദ്ധതിയിൽ ചേർന്നിരിക്കുക, അതിൻ്റെ ആനുകൂല്യങ്ങൾ കൂടി വാങ്ങുക. മറ്റ് സംശയ നിവാരണങ്ങൾക്ക് നമ്മളുടെ അടുത്തുള്ള ലേബർ ഓഫീസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.